ഒരു ഉമ്മ ഓതുകയാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുമ്പോൾ ഫസ്തമഅ മറത്തൻ മിനൽ മറാത്തി മിൻ വറാഇൽ ബാബ്, വീടിന്റെ വാതിലിന്റെ മുമ്പിൽ, അന്നത്തെ വീടുകൾ അങ്ങനെയാണ്, വഴിയിലേക്കാണ് തുറക്കുക. വഴിവക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ, തുറക്കുന്നത് റോഡിലേക്ക്. ആ വാതിലിന്റെ അരികത്ത് മുത്തനിബിതങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ പ്രായമായൊരു വല്യുമ്മ ഖുർആൻ ഓതുന്നത് കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പ്രായമുള്ള ആളുകൾ ടിവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എനിക്ക് അതിലാണ് പേടി. സമയം കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മഗ്രിബ് ആവാനായി, എന്നിട്ടും ടിവിൻ്റെ മുമ്പിൽ എഴുന്നേൽക്കുന്നത്. ഏത് ആയുസ്സിലാണ് ഞാൻ പറയുന്നത്? ആയുസ് അസർ കഴിഞ്ഞ് മഗ്രിബായിട്ടുണ്ട്, എന്നിട്ടും സീരിയലും സിനിമാ നടന്മാരുടെ കഥകൾ. ഞാൻ പറയട്ടെ, വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത്, വാപ്പ മകളെ കയറി പിടിച്ചു, വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ? ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെന്ന് പറയുന്നത് സിനിമ കാണുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേരെ, സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ അഭിനയങ്ങളും ഒക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. അങ്ങനത്തെ വാപ്പമാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് എന്ന് അവർ പറയാറ്. അപ്പോൾ എന്താ ഈ മാനസിക രോഗം എന്ന് ആലോചിച്ചപ്പോഴാണ് അവരാ കുടുംബം വിഷയം പറഞ്ഞത്. സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാൻ. ഇതെങ്ങനത്തെ വാപ്പയെന്നറിയോ? ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ. ആ സ്വഭാവമുള്ളവർക്ക് ഇത് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകളെ അല്ലാഹു നാളെ വെറുക്കുമെന്നും ലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ല അവരിലേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അതിൽ ഒന്നെന്നറിയോ? ഷൈഖുൻ സാനിൻ, പ്രായം ഒരുപാടായിട്ടും വ്യഭിചാരം ചിന്തിച്ച് നടക്കുന്ന മനുഷ്യൻ. പ്രായം ഒരുപാടായിട്ടുണ്ട്, എന്നാലും വ്യഭിചാരമാണ് ചിന്തിക്കുന്നത്. മആദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ വന്നില്ലേ? ഷൈഖുൻ സാനിൻ ആയിലുൻ മുസ്തക്ബിർ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷൈഖുൻ സാനിൻ. അതുകൊണ്ട് പ്രായമായ ആളുകൾ, റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകൾ, അങ്ങനെ ഞാൻ പറയും, റിട്ടയർമെന്റ്, പ്രവാസികളായി നടന്ന എക്സ് പ്രവാസികളുണ്ടല്ലോ, പ്രവാസലോകം നിർത്തി ഇനി വിസ പുതുക്കി തരൂല എന്ന് പറയുമ്പോഴേ പോരെ അവിടുന്ന്. അതുവരെ എങ്ങനെയും പിടിച്ചേക്കും. ഇനി ഒരു നിലക്കും എമിഗ്രേഷൻ പാസ്സാക്കി തരില്ല എന്ന് കണ്ടാൽ പിന്നെ യാത്രയപ്പൊക്കെ വാങ്ങി വരിക, എന്നാലൊരു വിസിറ്റ് വരാൻ പറ്റും, പിന്നെ നോക്കും. അങ്ങനെയാണ് പ്രവാസ ലോകത്തിൻ്റെ കഥ. ഈ എക്സ് പ്രവാസികളിൽ വലിയൊരു വിഭാഗം വളരെ വേദനയോടെ പറയാണ്, നാട്ടിൽ വന്നാൽ ചെയ്യുന്ന പ്രധാന പരിപാടി നല്ലൊരു സ്ക്രീനും വാങ്ങിച്ചിട്ട് അതിന് മുമ്പിൽ എത്തിക്കാഫിരിക്കുക തന്നെയാണ്, റിമോട്ടും പിടിച്ചിട്ട്. ഇവരിലൊക്കെ ഞാനീ പറയുന്ന ഈ അപകടങ്ങൾ വരില്ല എന്നാര് കണ്ടു? നമ്മൾ കാണുന്നത് അതല്ലേ, നമ്മളെ ചിന്തിപ്പിക്കുന്നത് അതാണ്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൂടി അഭിനയത്തിലൂടെ കാണിക്കുന്നത് എന്താണ്? പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, മറ്റുള്ള അവളെ സ്നേഹിക്കുക, അവളെ കൊണ്ടു നടക്കുക, ഇവന്റെ കൂടെ ഓടിപ്പോ. ഇതല്ലേ പഠിപ്പിക്കുന്നത്? വേറെ എന്താ പഠിപ്പിക്കുന്നത്? വല്ല നന്മയും കിട്ടുന്നതുണ്ടോ? എത്രയാ നന്മ കിട്ടുന്നത്? നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും. ഇപ്പം മലയാള സിനിമ കഴിഞ്ഞ് ഹിന്ദി സിനിമയിലേക്ക് ചൂട് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടത്, കേരളീയ മലയാളി മംഗന്മാരൊക്കെ. അല്ലാഹു കാക്കട്ടെ. ഇതിലും വലിയ ഫിത്തന അവിടെ കിടക്കണത്. ഇത് ഫിത്തനയാണെങ്കിൽ ഡബിൾ ഫിത്തനയാണത്. ഇത്രയും വൾഗറായ, വളരെ മോശമായ, വളരെ ബിസാർ, ഒരു നിലക്കും നമുക്ക് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടാത്ത വളരെ മൃഗീയമായ സംസ്കാരം മനുഷ്യനിൽ കൊണ്ടു നടക്കുന്ന സിനിമകളാണ് ഹിന്ദി സിനിമകളൊക്കെ. വേഷവിധാനങ്ങളടക്കം തോന്നിവാസം പച്ചയിൽ ഈ സമൂഹത്തെ പഠിപ്പിക്കുക. നമ്മളത് കാശ് കൊടുത്തിട്ട് സ്ക്രീനും വാങ്ങിച്ച് എയർപോർട്ടിലൊക്കെ കാണാം. ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വലിയ വലിയ LCD സ്ക്രീനുകൾ, എന്നിട്ട് അവിടെ ടാക്സ് കൊടുത്ത് ബാർഗെയിൻ, ഇത് എനിക്ക് അറബി വെറുതെ തന്നതാണ്, ഇത് അങ്ങനെ കിട്ടിയതാണ്, ഇതിന് എന്തിനേ കൊണ്ട് എന്താ ഇതിൽ കാണാനുള്ളത്? ഇത് വെച്ചിട്ട് കാണാനുള്ള സാധനം എന്താണ്? നമ്മുടെ ചാനലുകളല്ലേ ഉള്ളൂ.
ഇത് വെച്ചിട്ട് കാണാനുള്ള നന്മ ഏതാണ്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഏത് സ്ക്രീൻ, അത് ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡ് ആവട്ടെ, എത്ര ഇഞ്ച് വലുപ്പമുള്ളതാവട്ടെ, ഇത് കണക്ട് ചെയ്താൽ കിട്ടുന്ന സംസ്കാരം എന്താണ്? അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ ഓതുന്നത് നബി തങ്ങൾ കേൾക്കുന്നു. പ്രായമായ ഉമ്മ ഓതുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാശിയ. നബിയേ, എല്ലാം പൊതിഞ്ഞു കളയുന്ന, എല്ലാം മൂടിക്കളയുന്ന, സർവമാന മനുഷ്യരും അന്താളിച്ചു പോകുന്ന ഖിയാമത്തിന്റെ വിവരം അങ്ങേക്ക് വന്നോ നബിയേ? അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ? മനുഷ്യനോടാണ് അല്ലാഹുവിന്റെ ചോദ്യം, ഹബീബിനോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന. എന്നാൽ അത് നിബിതങ്ങളോടാണ്, സർവ മനുഷ്യരോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന. ഹൽ അതാക ഹദീസുൽ ഗാശിയ. എല്ലാം തകർത്ത് കളയുന്ന, എല്ലാം മൂടിക്കളയുന്ന, ഒരു നിലക്കും ഒരു മനുഷ്യന് ഒരെത്തും പിടിയും കിട്ടാത്ത വിധം മനുഷ്യൻ അന്താളിച്ചു പോകുന്ന നാളെ പരലോകത്തിന്റെ വിചാരണയുടെ കഥ നബിയെ, ഖിയാമത്ത് നടക്കുന്നത് അങ്ങ് അറിഞ്ഞില്ലയോ? മനുഷ്യ, നീ അറിഞ്ഞില്ലയോ എന്ന് അല്ലാഹു ചോദിക്കുന്ന ആയത്താണത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. അതൊക്കെ ഓതുമ്പോഴേ ആ ഒരു ഉന്മേഷത്തില് ഉസ്താദന്മാർ ഓതും വേണം. ജുമുഅക്കൊക്കെ ഉറങ്ങിങ്ങാണ്ട് ഓതനാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അർത്ഥമറിഞ്ഞിട്ട് നമ്മൾ ഓതണം. എത്ര ഗൗരവമുള്ള ആശയമാണതിൽ, എത്ര ഗൗരവമുള്ള ഖനപ്പെട്ട വിവരമാണതിൽ കിടക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതണമെന്ന റത്തിലുൽ ഖുർആന തർത്തീല. ഫഇൻ സയ്യിനു ബിഅസ്വാതികും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഖുർആൻ ഓതാൻ നന്നാക്കിയെടുക്കണം. ഫഇന്ന സൗതൽ ഹസൻ യസീദുൽ ഖുർആന ഹുസ്ന. നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുമ്പോൾ ഖുർആനിനൊരു മധുരിമ വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആലി ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഇവിടുത്തെ പള്ളീൻ്റെ കഥയല്ല ഞാൻ പറയണം. മൊത്തത്തിൽ ജുമുഅക്കൊക്കെ കൂടുമ്പോഴേ ഒരു ആർക്കോ വേണ്ടി ഇങ്ങനെ ഒരു മടി പിടിച്ച് ഓതുന്ന പോലെ ഒരു ഓത്ത്, അതൊക്കെ എത്ര മനോഹരമായി ഓതാൻ പറ്റും. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. നബിയെ, ഖിയാമത്തിന്റെ വിവരം എന്താണെന്ന് അങ്ങേക്ക് വന്നോ? അറിഞ്ഞോ നബിയെ? അങ്ങ് മനസ്സിലാക്കിയോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ. അന്ന് ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ കഴിയില്ല. അന്ന് എല്ലാവരുടെയും, ആണിന്റെയും പെണ്ണിന്റെയും മുഖം പേടിച്ചരണ്ട മുഖമാണ്. ആമിലത്തുൻ നാസിബ. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കാത്തതിന്റെ പേരിൽ തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അവർ പോകുന്നത്. ഒരുപാട് അധ്വാനിച്ചു, വലിയ വലിയ പ്രവർത്തനങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചവരെ ഏകനായ സ്രഷ്ടാവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരുടെ സർവമാന നന്മകളും നശിച്ചു പോകുന്നു. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓതിയ ഒരു രംഗമുണ്ട്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഉമർ എന്നവർ പോകുമ്പോ ഒരു മലയുടെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു വലിയ ഗുഹ കണ്ടു. ആളുകൾ പറഞ്ഞു, ഉമർ എന്നവരെ അറിയോ, ഇതൊരു വലിയ പുരോഹിതന്റെ ഗുഹയാണ്. ജൂതനായ പുരോഹിതൻ, അയാൾ ആ പാറക്കുള്ളിലാണ് താമസിക്കുന്നത്. ചൂടും വെയിലും തണുപ്പും പ്രശ്നമല്ലാതെ ആ പാറക്കുള്ളിൽ കഴിയുന്ന പുരോഹിതന്റെ കഥ അറിയോ? ഉമർ തങ്ങൾ ചോദിച്ചു, അദ്ദേഹം അവിടെ ഉണ്ടോ? ഉണ്ട്. ഉമർ തങ്ങൾ മലയുടെ താഴെ നിന്ന് ഒരൊറ്റ വിളി മേലോട്ട്, യാ റാഹിബ്, ഏ പുരോഹിത. അപ്പൊ അദ്ദേഹം ആരായി വിളിക്കണത്? പുറത്തേക്ക് തലട്ട് നോക്കി. ഉമർ തങ്ങളുണ്ട് കരഞ്ഞു. കരഞ്ഞിട്ട് ഉമർ തങ്ങൾ ഓതുകയാണ്, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഒരുപാട് അധ്വാനിച്ചു. ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ചു ക്ഷീണിച്ചു. ഈ മനുഷ്യൻ തളർന്നിട്ടുണ്ട്. അവിടെ എത്ര വലിയ അധ്വാനമാണ്. ഒരു മലയുടെ മുകളിൽ, നമ്മുടെ നാട്ടിലെ മലയല്ല, സൗദി അറേബ്യയിലെ മലകളൊക്കെ പോയി ഉംറക്ക് പോയവർ കണ്ടിട്ടുണ്ടാവും. ഉണങ്ങിയ പർവ്വതങ്ങളാണ്, പാറകളാണ്. അതൊക്കെ ചൂട് പിടിച്ചാൽ എന്താണ് അതിൻ്റെയൊക്കെ ചൂട്? ആ പാറക്കുള്ളിലാണ് ഈ മനുഷ്യൻ മോക്ഷം വിചാരിച്ച് നിൽക്കുന്നത്. പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ റിസാലത്ത് ഇവിടെയുണ്ട്, ഖുർആനുണ്ട്. അതൊന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യൻ എത്ര അധ്വാനിച്ചു അല്ലേ? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട്
നരകത്തിലേക്ക് നാളെ പോവുകയും. ഇത് പറഞ്ഞങ്ങ് പൊട്ടിക്കരഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ സൂറത്താണ് നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും കേൾക്കുന്നത്. നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ സൂറത്തിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഗാശിയ ഓതുന്ന ഉമ്മയുടെ പാരായണം രാത്രി സമയത്താണ് കേൾക്കുന്നത്. ആ ഉമ്മ ഇങ്ങനെ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക ഹദീസുൽ ഗാശിയ. മുത്തുനബി തങ്ങൾ അവിടെ നിന്നു പറഞ്ഞു, നഅം അതാനി നഅം അതാനി നഅം അതാനി. അതേ, ഖിയാമത്തിന്റെ വിവരം നിങ്ങൾക്ക് വന്നോ എന്ന ചോദ്യത്തിന് നബി മറുപടി പറയാൻ, നഅം ഖദ് അതാനി. അതേ, ആ വിവരം എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ ഒരുക്കത്തിലാണ്, ഞാൻ അതിനെക്കുറിച്ചുള്ള പേടിയിലാണ്. നഅം അതാനി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആയത്തുകൾ പോലും നബി തങ്ങൾക്ക് കേട്ടു നിൽക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് ആ വീടിന്റെ വാതിൽക്കൽ നിന്ന് നബി തങ്ങൾ നടന്നു പോയത് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ചോദിക്കുന്നത്, നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആ ബന്ധം നല്ലതോ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ എത്ര നേരം കൊടുക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഈ വിശുദ്ധ ഖുർആൻ ഖൽബിലേക്ക് കൊണ്ടപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത്. ആ യുവജനങ്ങൾ അങ്ങ് മാറിപ്പോയില്ലേ? ചിന്താഗതികൾ മാറി, അവരുടെ ചിന്തകൾ മാറി. അന്ന് യുദ്ധം നടക്കുന്ന കാലമാണ്, നമ്മൾ അറിയണം. ഇസ്ലാമിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്ന കാലം. ഒന്നുമല്ല, ഒരുപാട് ദൈവങ്ങളെ വേണ്ട, ഒരേ ഒരുവനാണ്, അല്ലാഹു അഹദാണ്, ഒരുവനാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ യുദ്ധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. നിബിതങ്ങൾക്ക് ശത്രുക്കളെ, പരാക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. നിബിതങ്ങൾ യുദ്ധം ചെയ്യാൻ പോയതല്ല, യുദ്ധം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാ ഹബീബായ നിബിതങ്ങൾ പോയത്. ബദർ അതാണ്, ഉഹദ് അതാണ്, ഖന്ദഖ് അതാണ്, ഹുനൈൻ അതാണ്, അവസാന തബൂക്കും അതാണ്. നിബിതങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതിനെ പ്രതിരോധിക്കാൻ ആരാണ് ഹബീബിന് വേണ്ടി യുദ്ധക്കളങ്ങളിൽ ഇറങ്ങിയതെന്നറിയുമോ? ചെറുപ്പക്കാരായ ആളുകൾ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി വീണപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവരാണ് ജാബിർ എന്നവരുടെ ഉപ്പ. ജാബിർ എന്നവരെ സ്വഹാബിയാണ്, ഉപ്പയും സ്വഹാബിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് പോകണം, നബിയേ, എനിക്ക് പോകണം. അല്ലാഹുമ്മ ഖുദ് മിൻ ദമി ഹാദൽ യൗമ ഹത്താ തർളാ. ശത്രുക്കളിതാ വന്നിരിക്കുന്നു നിന്റെ പ്രവാചകനെ കൊല ചെയ്യാൻ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ തുടച്ചു നീക്കാൻ. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ അവർക്ക് എന്റെ ചോര കൊടുക്കുകയാണ്. അതുകൊണ്ട് ഖുദ് മിൻ ദമി ഹാദൽ യൗമ ഹത്താ തർളാ. നിനക്ക് ഇഷ്ടമാകുന്നത് വരെ അല്ലാഹുവേ, നിനക്കെന്റെ രക്തം എടുക്കാമെന്ന് അല്ലാഹുവിനോട് പറഞ്ഞ് കഫംപുട ധരിച്ചുപോയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി അവിടെ മുറിവുകളായി കിടക്കുമ്പോ മഹാനായ ജാബിർ എന്നവർ വന്നു. ഉപ്പയുടെ ശരീരം ശത്രുക്കൾ വെട്ടിമുറിച്ചിട്ടുണ്ട്, ശരീരം അംഗച്ഛേദം വരുത്തിയിട്ടുണ്ട്. സ്വഹാബിമാര് പറഞ്ഞു, ജാബിറെ പോവണ്ട, ഉപ്പയുടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോനെ, ഉപ്പയെ കാണണ്ട, ഉപ്പ ഷഹീദാണ് മോനെ, ഉപ്പയെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം, മോൻ പോവല്ലേ. എല്ലാവരും തടഞ്ഞു വെച്ചു ജാബിർ എന്നവരെ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുകയാണ് ജാബിർ എന്നവർ, ഫഇന്ന റസൂലല്ലാഹി ലം യംനഅനി. അല്ലാഹുവിന്റെ റസൂൽ എന്നെ തടഞ്ഞു വെച്ചില്ല, എന്നോട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കരഞ്ഞു ഉപ്പയെ കണ്ടപ്പോ, ഉപ്പ ഷഹീദായ രംഗം കണ്ടപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു. ഇബ്കി ഔലാ തബ്കി. ജാബിറേ, നീ കരയണമെങ്കിൽ കരഞ്ഞോ, കരയണ്ടെങ്കിൽ കരയണ്ട. ഫഇന്നല്ലാഹ കല്ലമാ ബാക കഫാഹ. നിന്റെ ഉപ്പയോട് അല്ലാഹു നേർക്ക് നേരെ സംസാരിച്ചു കഴിഞ്ഞു ജാബിറേ. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. ഇബ്കി ഔലാ തബ്കി. ജാബിറേ, നിങ്ങൾ കരഞ്ഞോ അല്ലെങ്കിൽ കരയണ്ട, രണ്ടും പ്രശ്നമല്ല. നിന്റെ ഉപ്പാക്ക് വലിയൊരു നന്മ ലഭിച്ചു ജാബിറേ. ഇന്നല്ലാഹ കല്ലമാ ബാക കഫാഹ. അല്ലാഹു ഒറ്റക്ക് നിന്റെ ഉപ്പയോട് നേരിട്ട് അല്ലാഹു സംസാരിച്ചു കഴിഞ്ഞു ജാബിറേ. നിന്റെ ഉപ്പയുടെ മയ്യിത്ത് ഷഹീദായി കിടക്കുന്ന ഉപ്പാക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വലം തസലിൽ മലായികതു തുദില്ലു അബാക്. നിന്റെ ഉപ്പാക്ക് വേണ്ടി മലക്കുകൾ ചിറക് വിരിച്ചിട്ട് അവിടെ തണൽ വിരിക്കുകയാണ്, ഉപ്പയുടെ മയ്യത്തിന് വെയിൽ കൊള്ളാതിരിക്കാൻ. മയ്യത്തെടുത്തപ്പോഴാണ്
മലക്കുകൾ അവിടുന്ന് വിട്ടുമാറിപ്പോയത്. ജാബിറേ, നിന്റെ ഉപ്പയോട് അല്ലാഹു ചോദിച്ചു, തമന്ന, ആഗ്രഹിക്കുക, എന്താഗ്രഹമാ ഉള്ളത് എന്നോട് പറ, ഞാൻ തരാം. എന്താ വേണ്ടത്, ഞാൻ തരാം. ജാബിറേ, നിന്റെ ഉപ്പ അല്ലാഹുവിനോട് സംസാരിച്ചു. കല്ലമല്ലാഹു കഫാഹൻ, അല്ലാഹു നേർക്ക് നേരെ സംസാരിച്ച മഹാനായ ജാബിർ തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അൽ അൻസാരി റളിയല്ലാഹു. അല്ലാഹുവേ, എൻ്റെ ആഗ്രഹം പറയല്ലേ, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ. അല്ലാഹുവേ, അതമന്നാ അൻ ഉആദ ഇല ദുനിയാ ഫഉഖ്തല ഫീക സാനിയ. അല്ലാഹുവേ, ഒന്നുകൂടെ എന്നെ ഈ ലോകത്തേക്ക്, ഭൂമിയിലേക്ക് എൻ്റെ റസൂലിൻ്റെ കൂടെ ഒന്നുകൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നീ എന്നെ പറഞ്ഞേക്കുമോ റബ്ബേ? എനിക്കൊരു ജന്മം കൂടെ തരുമോ, ഒരായുസ് കൂടെ തരുമോ ഭൂമി ലോകത്ത്? എന്തിനാണ്? ഫഉഖ്തല ഫീക സാനിയ, നിന്റെ ഹബീബിന്റെ ശത്രുക്കളോട് പടപൊരുതി നിന്റെ ഹബീബിനെ സംരക്ഷിക്കാൻ, ഒന്നുകൂടെ മരണപ്പെടാൻ, ഒന്നുകൂടെ രക്തസാക്ഷിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് അല്ലാഹുവിന്റെ മറുപടി വന്നു, ജാബിറേ, ഇന്നി കതബതു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ. ജാബിറേ, നിന്റെ ഉപ്പയോട് അല്ലാഹു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംറേ, ഞാൻ നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞു, ഭൂമിയിലേക്ക് മരിച്ചുപോയ ഒരാളും രണ്ടാമത് തിരിച്ചയക്കപ്പെടില്ല. അതുകൊണ്ട് വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അന്നേരം ജാബിർ എന്നവരുടെ ഉപ്പ പറഞ്ഞു, അല്ലാഹുവേ, ഇർള അന്നാ ഫഇന്നി ഖദ് റളീതു അൻക. അല്ലാഹുവേ, നീ എന്നെ ഇഷ്ടപ്പെടണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അല്ലാഹുവേ, നമുക്കിതൊക്കെ പറയാൻ കഴിയും?